ഹായ് വെൽക്കം ടു ഇച്ചൂസ് 369 വ്ളോഗ്സ്. നിങ്ങൾ വിചാരിക്കും ഈ ഉറങ്ങിക്കിടക്കുന്നവരുടെ വീഡിയോ എന്തിനാണ് എടുക്കുന്നതെന്ന്. അതിന് കാരണമുണ്ട്, ഇന്നാണ് സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം വരും, ഈ സ്കൂളൊക്കെ എന്നേ തുറന്നു എന്ന്. സത്യം, സ്കൂൾ നേരത്തെ തുറന്നു, ഇപ്പോഴാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണിയാവരത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കണിയാവരത്ത് നിന്ന് വേണം ഡയറക്റ്റ് ഇച്ചുവിൻ്റെ സ്കൂളിലോട്ട് പോകാനുള്ളത്. അതുകൊണ്ട് രാവിലെ എണീപ്പിച്ച് കുളിപ്പിച്ച് ഒരുക്കിതാ നിർത്തിയേക്കുവാണ്. അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉള്ളിയെപ്പറ്റിയാണ് പതുക്കെ അങ്ങേറ്റം. അത് താഴെ വയ്ക്കുക. അതൊക്കെ ഇനി വരപ്പോൾ എടുക്കാം. ഇച്ചു ചെരുപ്പിട്. പിന്നെ ഈ കാറിൻ്റെ ഡിക്കിയിലും ബാക്ക് സീറ്റിലും ഒന്നും ഒരു പൊടി സ്ഥലമില്ല കേട്ടോ. അത്രയ്ക്ക് ഞങ്ങൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിലും പെമ്മക്കൾ സ്വന്തം വീട്ടിൽ പോകുമ്പോൾ അങ്ങനെയാണല്ലോ, കൈ കിട്ടുന്ന എല്ലാം വലിച്ചു വാരി എടുത്തിട്ട് വരും. എൻ്റെ ഇച്ചൂസും അക്കാര്യത്തിൽ ഒട്ടും പിന്നിലോട്ടല്ല. അവൻ്റെ കളിപ്പാട്ടങ്ങൾ പോട്ടെ, പൊട്ടാറായ ബലൂൺ വരെ അവ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒന്നും അവ അവിടെ ഉപേക്ഷിക്കത്തില്ല. അങ്ങനെ ഇച്ചുവിൻ്റെ സ്കൂള് ഇന്നത്തെ ഓപ്പണിംഗ് വന്ന് 10:45 പ്രസംഗത്തിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പിന്നെ ഒരു 2-2.5 മണിക്കൂർ പ്രസംഗത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. സത്യം പറയട്ടല്ലോ, അന്നേരം ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ലേറ്റായിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന്. അതൊക്കെ പോട്ടെ. എന്തായാലും ഇച്ചൂസിന് പ്രസംഗമൊന്നും ഒരു പ്രശ്നമല്ല. അവരുടെ ലോകത്ത് ഹാപ്പിയാണ്. അവൻ്റെ ഫ്രണ്ടിനെ കണ്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നു കേട്ടോ. അവർ കളിയും ചിരിയും കാര്യം പറച്ചിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുവാണ്. അവർക്ക് പിന്നെ കാര്യങ്ങൾ പറയാൻ കാണത്തില്ലേ, 2 മാസം വെക്കേഷൻ അല്ലായിരുന്നോ. അങ്ങനെ പിന്നെ ആൽഫ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെല്ലാവരും പോയി നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. എൻ്റെ ഇച്ചൂസും അവളുടെ തലയൊക്കെ കൊണ്ടുവച്ച് ഫോട്ടോ എടുക്കാൻ നല്ല തുള്ളിച്ചാടി നടക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ അന്നേരം ഇവൻ്റെ ടീച്ചേഴ്സിനെ കാണാൻ പോയിട്ടോ. പക്ഷേ ഇവന്മാർ നേരെ പോയത് LKG ക്ലാസ്സിലോട്ടാണ്. LKG ക്ലാസ്സിൽ പോയി അവിടെ വിശാലമായിട്ട് അവർ അറുമാദിക്കുകയായിരുന്നു. പുതിയ പിള്ളേരാണോ പഴയ അതൊന്നും അവർക്കൊരു പ്രശ്നമില്ല. അവരുടെ പഴയ ക്ലാസ്സിൽ പോയി. പിന്നെ അവിടെ നിന്ന് ഇവരെയും പിടിച്ചുകൊണ്ട് ഞങ്ങളെവിടെ വന്നു, UKG വന്നു. അത് ഞാനല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ നൈസാൻ്റെ പാരൻറ്റാണ് കൊണ്ടുവന്നത്. UKG കൊണ്ടുവന്നു. പിന്നെ അവിടെ ഇവന്മാരിപ്പോൾ നോക്കുന്നത്, അവിടെ ഒരു ബർത്ത്ഡേ ഫ്ലക്സാണ്, ഹാപ്പി ബർത്ത്ഡേ ടു എന്ന് പറഞ്ഞൊരു ചെടിയിൽ ഉണ്ടാക്കി വെച്ചേക്കാണ്. പേരും അവരുടെ ബർത്ത് ഡേറ്റ് താഴെ എഴുതും. അതാണ് ഇവർ ഭയങ്കരമായിട്ട് പോയി നിരീക്ഷിക്കുന്നത്. പിന്നെ അവിടെയുള്ള ഓരോ ചാർട്ട് പേപ്പേഴ്സും ഭയങ്കര നിരീക്ഷണമാണ്. ഫസ്റ്റ് ഡേ ഭയങ്കര നിരീക്ഷണമാണ്, സെക്കൻഡ് ഡേ കാണുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അതും പറയണമല്ലോ, ഇച്ചൂസ് അന്ന് 2 ദിവസം സ്കൂളിൽ പോയതാണ്. ഇതേവരെ പിന്നെ സ്കൂളിൽ പോയില്ല, പനിയായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിലൊക്കെയാണ് ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പഴയ വീഡിയോസ് സെർച്ച് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇതൊന്നും അപ്ലോഡ് ചെയ്തില്ലല്ലോ എന്ന് കരുതി. പിന്നെ ഇതൊക്കെ ക്ലാസ്സിലെങ്കിലും കുട്ടികൾ വരച്ചുകൊണ്ട് വെച്ചതായിരിക്കും കേട്ടോ. പിന്നെ അവരുടെ ഏറ്റവും സന്തോഷമുള്ള സ്ഥലമാണ് ഈ പാർക്ക്. അങ്ങനെ ഇച്ചൂസ് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പാർക്കിൽ പോയി കളിച്ച് രസിക്കുകയാണെന്ന് വേണം പറയാനുള്ളത്. ഇതെല്ലാം ഇക്കായാണെന്ന് ഇച്ചുവിൻ്റെ ബാക്കിൽ നിന്ന് നടന്ന് വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇച്ചുവിൻ്റെ സ്കൂളിലെ പാരൻസിനെ കണ്ട സന്തോഷത്തിലായിരുന്നു. നമ്മളും കണ്ടിട്ട് ഏകദേശം 2 മാസത്തോളം ആയില്ലേ. അവിടെ പാരൻസും ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് നല്ലൊരു ബോണ്ടുണ്ട് കേട്ടോ. നമുക്ക് ഏകദേശം എല്ലാവരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അവരുമായിട്ട് കത്തിയടിക്കാനായിട്ട് പോയിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ കത്തിയടിച്ചുകൊണ്ടിരുന്ന നേരത്താണ് ഈ വീഡിയോസ് എടുക്കുന്നതും എല്ലാം. അവർ സീസോയി കളിച്ചിട്ട് മാത്രം ഇവർക്ക് ഈ ടെക്നിക്ക് മനസ്സിലായില്ല. ഇതെങ്ങനെയാണ് പൊങ്ങുന്നതും താരുന്നതെന്ന്. 2 വെയിറ്റ് ഉണ്ടെങ്കിലല്ലേ ഒരു സൈഡെങ്കിലും പൊങ്ങയും താരയൊക്കെ ചെയ്യുള്ളൂ. ഇത് 2 ഏകദേശം ഒരുപോലെ ഇരിക്കുന്നുണ്ട്. ഇവർക്ക് ടെക്നിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ കുറേ നേരം അതൊക്കെ പരിശ്രമിച്ച് അതിൻ്റെ ടെക്നിക്കൊക്കെ കിട്ടിയിട്ട് പിന്നെ അവർ കുറച്ച് നേരം അതിലേക്ക് കളിച്ചിട്ട് ഇനി നമ്മളിതാ വീട്ടിൽ പോകണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.